അപ്പോൾ ഹലോ മച്ചാമാരെ, നോട്ടോസിൻ്റെ മറ്റൊരു കിടുകാഴ്ച വീഡിയോയിലായിരിക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ റോബ്ലോക്സിൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റോബ്ലോക്സിൻ്റെ ഒരു പുതിയൊരു ഗെയിം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞാൽ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. മിഡ് നൈറ്റ് കൾസിസ്റ്റ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പറ്റും. ശരിക്കും ഇത് ഒറ്റയ്ക്കാൻ തോന്നുന്നത് കളിക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരാൾ, ഇവിടെ 2 പേര്, അവിടെ 3-4 പേര്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് കളിക്കാം. എന്നാൽ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ആരില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ആരില്ലല്ലോ നമുക്ക് ഫ്രണ്ട്സായിട്ട്, അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഈ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ച് പിടിക്കുക. അപ്പോൾ നമുക്ക് കളിയിൽ വന്നിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കളി തുടങ്ങി. അപ്പോൾ നിങ്ങൾ കളി ഞാൻ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ തന്നെ ലൈക്ക് അടിക്കാൻ. അപ്പോൾ ഈ വീഡിയോയുടെ ടാർഗറ്റ് വരാൻ 100 ലൈക്കാണ്. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് പണിയിട്ട്. ജസ്റ്റ് ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ ടാർഗറ്റ് സബിൻ്റെ ടാർഗറ്റ് നമ്മൾ 100 സബ്ബാണ്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്താൽ നല്ല പുതിയ ഗെയിമുകളായിട്ട് നമ്മൾ വരും. അപ്പോൾ നമുക്ക് കളി ചെയ്യുമ്പം ഇത് ജെംസ് സ്കെയർ എവരി വൺ. കാരണം നമുക്ക് പേടിപ്പിക്കാൻ പ്രാങ്ക് എന്ന് പറയാം, അത് ചെയ്യാൻ പറ്റും. അത് കാശ് വേണം. ഇനി ഫ്ലാഷ് ലൈറ്റിന് കാശൊന്നും വേണ്ട, നമുക്ക് ഫ്രീ അതെ. അപ്പോൾ പുറത്ത് ഫുള്ളി ഇരുട്ടായിരിക്കും, അത് ഉറപ്പാണ്. നമ്മൾ ആകണ്ട, ഞാൻ പറഞ്ഞില്ലേ. നമ്മളൊരു ടവറിൽ ജോലി എടുക്കുന്ന ഒരു ടവറിൽ, അപ്പോൾ നമ്മൾ റേഡിയോ സ്റ്റേഷനാണ് ഇതെന്ന് പറയുക ഈ ടവറിനെ. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയോ ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചെക്കിൻ ചാനൽസ് ചെക്ക് ചെയ്യാം. അത് 7 വരെ. അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ 7 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ 7 ആയിട്ടുണ്ട്. ന്യൂ മെസ്സേജ് ഇല്ല, മെസ്സേജ് ഒന്നും ഇല്ല എന്നാൽ. അപ്പോൾ നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കാം. ക്ലിയർ ദ ട്രാഷ് ഓൺ ദ ഫ്ലോർ വിത്ത് ട്രാഷ്. ഇതാണ് ട്രാഷ് പറഞ്ഞ പോലെ. നമുക്ക് ഓരോ ട്രാഷായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മുടെ ടവറിനെ വൃത്തിയാക്കണം. നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പോലും സുഖം ഉണ്ടാവില്ല. കാരണം ഫുള്ള് ഇത് എന്തിട്ട് കുറേ സാധനങ്ങളോ ഇവിടെ കുറേ ആരോ വന്നിട്ട് ഫുള്ള് പേപ്പർ ഫുള്ളും കത്തിച്ചിട്ടിരിക്കുക. അതേ പരിപാടിയിട്ടാണ് ഇരിക്കുന്നത്. ടവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ മച്ച് ബെറ്റർ. എന്തൊട്ട് മച്ച് ബെറ്റർ. എമർജൻസി മെസ്സേജ് പിക്കപ്പ്. എമർജൻസി മെസ്സേജാ. Multiple people have gone missing over the past few days. If you see anything out of the ordinary, report it immediately. Try to stay inside if possible. നമ്മൾ ഇവിടെ സ്റ്റേജാണ് ഇൻസൈഡ്. നമ്മളത് വിശ്വസിക്കുന്നില്ലാന്ന് തോന്നിട്ടെ. വിൻഡോനെ കുറേ ലോക്ക് ചെയ്യണമെന്ന് നമുക്ക് കുറച്ച് പേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാം. നമ്മൾ അറിയേണ്ട സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോൾ വന്ന കാരണമാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ലോക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ലാഗാ അത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇത് ലോക്ക് ചെയ്തിട്ട് നമുക്കിത് എന്തോ ചെയ്യണം. എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നത്. എമർജൻസി കോൾ വന്നിട്ടുണ്ടായിരുന്നു. ലോക്ക് ചെയ്തെന്ന് തോന്നല്ലേ. എന്താ ചെയ്യണ്ട? ലൈറ്റ് അടിച്ചു പോയ്യോ. ജനറേറ്റർ നീഡ്സ് റീബൂട്ടിങ്. അമ്പോ അവിടെ ഇട്ടാണോ ആ ഹാർഡിൻ്റെ നടുക്കായിട്ടല്ലേ നമ്മുടെ പവർ ബോക്സ് വെച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ നിയമമാണ് ഈ ഉള്ളിൽ, അല്ലെങ്കിൽ ഇത് ഇവിടെ? ഞാൻ ഇതാണെന്ന് വിചാരിച്ചു ആദ്യം പവർ ബോക്സ് ആണ്. ഇത് എന്തോ വേറെ എന്തോ സാധനം. ഇവിടെ ഉറപ്പായിട്ടുണ്ടാവും നമ്മളെന്തോ പിടിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ എന്തോ കുറേ സൗണ്ട് കൊണ്ടുപോയി. ഗൈസ്, ഇവിടെ ഇത് എവിടെയാണ് പവർ ഹൗസ്? ആദ്യം ഇവിടെ ലെഫ്റ്റ് 2 വരി ഉണ്ടല്ലോ. ഇതാണോ? പെട്ടെന്ന് കയറിയിരുന്നോ? പെട്ടെന്ന് റെഡിയാക്കി. ഗൈസ്, നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു പെണ്ണിൻ്റെ സൗണ്ട്. ഗൈസ്, അതെന്തുറ്റാ? ഗൈസ്, എനിക്ക് എന്തൊരു സംശയം ഉണ്ട്. ആ പെണ്ണിനെ പിടിച്ചെന്ന് തോന്നുന്നത്. പാവം പെണ്ണ്. ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഉറപ്പാ. ആ പെണ്ണിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹെഡ്ഫോൺ വെക്കാത്തവർ ഹെഡ്ഫോൺ വെച്ചിട്ട് തന്നെ കേൾക്കണം, അത് ഉറപ്പാണ്. അവിടെ എന്തോ സീനുണ്ട്. നമുക്കിവിടെ നൈസായിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കാം. കുറച്ച് ലാഗുമുണ്ട്. ഈ ഇരുട്ടല്ലേ, അതൊന്നും മനസ്സിലാവണമെന്നില്ല. ലാഗ് കഴിഞ്ഞു. പെട്ടെന്ന് വലുത് നോക്കിട്ടോ. റേഡിയോ ചാനൽ ചെക്ക് ചെയ്യാൻ. ഇതെപ്പോഴാണ് റേഡിയോ ചാനൽ ചെക്ക് ചെയ്യാനുള്ള പണിയാണ് നമുക്ക് നോക്കുന്നത്. ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് അലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ബിഫോർ യു ഷിഫ്റ്റ് ആൻഡ് ദ റേഡിയോ ഫീഡ് നീഡ് അപ്ഡേഷൻ വേണമെന്ന്. അതെന്തൊരു അപ്ഡേഷനാ? ഫസ്റ്റ് ഹെഡ് ടു ദ ലോവർ ഫ്ലോർ ആൻഡ് മേക്ക് വൺ ടു ദ ട്രാൻസ്മിറ്റർ. ലോവർ ഫ്ലോറിലാണ്. ഗോ ടു ട്രാൻസ്മിറ്ററിൻ്റെ അടുത്തേക്ക് പോകാൻ. അതെവിടേക്കും? വെളിച്ച ഈ പുറത്തിറങ്ങിയാൽ ലാഗ് ഉണ്ടാവുന്നത്. ദൈവം, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ലാഗ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും സ്ഥിതി?
ഗൈസ് ഇതാന്ന് തോന്നുന്നത്. ആ ഇവിടെ ഉണ്ടായിരുന്നു എന്തോ കുറെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവമേ അടിക്ക് വീഴും, ഉറപ്പായിട്ട് ഞാൻ അടിക്ക് വീഴുണ്ട്. All you need to do is hold the lever down until the button turns green. Once it does, you need to get out of there fast. The boards you are standing on aren't designed to hold weight for more than a short period of time. ആ ശരി ശരി. ഇയാളാരത്? ഇയാൾ തോന്നുന്നു മാനേജറാന്ന് തോന്നുന്നത് ഈ ടവറിന്റെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുക. അങ്ങനെ അപ്ഡേഷനും കഴിഞ്ഞു. സൗണ്ട് ഉണ്ടാക്കല്ലേ. ഓ ഗൈസ് കഴിഞ്ഞ നൈറ്റ് 2 ആയി അത്ര പെട്ടെന്ന്. ഇത് ബേബിനല്ലോ എൻ്റെ പോലെയാണല്ലോ. എന്താ ഭൂതത്തിന് കുറച്ച് ചില്ലി കൂടെ വരാൻ പറ്റില്ല, ചില്ലി പൊട്ടിച്ചിട്ടാ. അങ്ങനെ ഇത് വരുമ്പോ മട്ടന്മാരാന്ന് തോന്നുന്നത് ഗൈസ്. ഇത് എന്തിട്ടാ ഇത് കഴിഞ്ഞില്ലേ? ഗുഡ് ചെക്ക് ദ റേഡിയോ ചാനൽസ്. ഓ റേഡിയോയുടെ എപ്പോഴും റേഡിയോ തന്നെയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാ അവിടെ ഒരാൾ വന്ന പോലെ. അത് ഉള്ളിക്ക് കയറാൻ പറ്റില്ല, വാൽത് കൂട്ടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വാല് തുറക്കാൻ പറ്റുമോ? ഇതൊന്നും തുറക്കാൻ പറ്റണില്ല. അയ്യോ കൈസ് എന്താ പറ്റിയിട്ടുണ്ട്. അവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന അയാളെ. മെസ്സേജ് പിക്കടപ്പ്. എന്നിട്ട് മെസ്സേജാ പ്രാങ്ക് കോളായിരുന്നു. ഗെറ്റ് റീഡ് ഓഫ് ദ റൈറ്റ്സ്. ഇത് നമ്മള് സ്വപ്നം കാണായിരുന്നു. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഈ ഇത്. ഇതിന് ഫുള്ളും പിടിക്കണം എന്ന്. ദൈവമേ ഇത് നല്ല കഷ്ടട്ടെ. ഫുള്ള് എലികൾ നിറഞ്ഞ ആരാ ഇവിടെ ഇട്ടതാ? ഭൂതം തന്നെയായിരിക്കും, എലി ഭൂതം. വേറെ ആരാ വിടാൻ? ആ കഴിഞ്ഞ ചെക്ക് ദ റേഡിയോ ചാനൽസ്. ഇനിയും കൂടി ചെക്ക് ചെയ്യണം എന്നാ. എമർജൻസി മെസ്സേജ്. ഹെൽപ്പ് ചെയ്യാൻ. ഓ അവിടെ ആരോ ഉണ്ടെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഗൈസ് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ട്, അത് ഉറപ്പാ. നമുക്ക് അവിടെ എത്തിയിട്ട് വരാം. ഗൈസ് ഇതെന്ത് കാടിന്റെ നടുക്കായിട്ടാണോ? ഓടിക്കോ ഗൈസ്, നമ്മുടെ പുറകുണ്ട്. ഓടിക്കോ, നമ്മുടെ പുറകെ എന്തുണ്ട് സൗണ്ട് കേട്ടോ? മ്യൂസിക് കൂടെ മാറി ഉറപ്പാ. നമ്മുടെ പിന്നിൽ ആരുണ്ട് ഉറപ്പാ. സ്റ്റെക്ക് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വരെ, സ്റ്റെക്ക് പോയി. അത് പുറകുണ്ട്. ആ ഭൂതം നമ്മളെ കണ്ടു ടവറിന്റെ ഉള്ളിൽ വെച്ച്. ടവറിൽ കയറുന്നുണ്ട്, പുറത്തോട്ട് ഭൂതം വരും നമ്മളെ പിടിക്കാൻ. തോന്നി നടുക്കാടിൽ ആരാണ് ക്യാമ്പിട്ട് നിൽക്കുന്നത്? ഒരു ഡിസ്ചാർജ് കോള് കൊടുക്കണം. പെട്ടെന്ന് കോള് കൊടുത്തോ, നമുക്കൊന്നും ചെയ്യാനില്ല. വയസ്സ് നമ്മൾ ഇവിടുന്ന് പോവാണ്. സ്റ്റാർട്ട് പിക്കപ്പ് ബോക്സ്. ഈ ബോക്സിൽ എന്തൊക്കെയാ നമ്മുടെ ഡ്രസ്സ് കുറേ ആയിക്കുണ്ടാ പറഞ്ഞ പോലെ. നമ്മുടെ ഡ്രസ്സുകളായിരിക്കും. നമ്മൾ ഇവിടുന്ന് പോവാണ്, നീ ടവർ വിട്ട് പോവാന്ന്. നമുക്ക് പേടി തുടങ്ങി. ആരും ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോളോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോരം മറുപടി അയച്ചിട്ടില്ല, ഒരു മറുപടി. നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യാനാ പറഞ്ഞത്. വിൻഡോസിനെ അവർക്ക് ഓടൊക്കെ ചെയ്യാനാ? നമുക്ക് കുറച്ച് സമയമുള്ളൂ ഒന്ന്. അതെന്ത് സമയം? ഞാൻ പറഞ്ഞില്ലേ ഭൂതം നമ്മളെ കണ്ടൂടെ.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് കോള് വന്ന കാരണം നമ്മൾ കുറച്ച് കുറെ കട്ടാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂതം അങ്ങോട്ട് വന്നു നമ്മുടെ ടവറിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞുള്ള പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. കാരണം കുറേ കോള് വന്ന കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് നമുക്ക് ലാസ്റ്റ് പാർട്ടായിരിക്കും ചിലപ്പോൾ പാർട്ട് 2. അപ്പോൾ നമുക്ക് അടുത്ത